അപ്പോൾ ആദിത്യയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ സ്ത്രീകളുടെ രാത്രി നടത്തം അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ലോക്കൽ ആയിട്ട് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിലൊക്കെ പരിഹരിച്ചു പോകാവുന്ന പ്രശ്നങ്ങളാണെന്നുള്ള സജഷനാണ് ഇപ്പോൾ ഖദീജ മുന്നോട്ട് വെച്ചതും അങ്ങനെയാണ്. ഇപ്പോൾ എന്താണ് അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? പ്രത്യേകിച്ചും ഈ കുട്ടികളെ അവെയർ ചെയ്യുന്നതിൽ അതിൽ ലോക്കൽ ബോഡിക്ക് എന്ത് പങ്കാണ്, അതിൽ ഏത് തരത്തിൽ അവർ അങ്ങനെ അവെയർനെസ് നൽകാൻ ലോക്കൽ ബോഡിക്ക് കഴിയുമെന്നാണ്? ഇതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഖദീജ പറഞ്ഞൊരു സജഷൻ നടപ്പാക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ട്രൈബൽ കൾച്ചർ നിലനിൽക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ അവിടെ ഒരു കോടതിയിലേക്ക് ഒരു ഡിവോഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം പോകുന്നതിന് പകരമോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോകുന്നതിന് പകരമോ ആദ്യം പഞ്ചായത്തുകളിലേക്കാണ് പോകുന്നത്. ആ പഞ്ചായത്തുകളെ ജാതി പഞ്ചായത്തുകൾ എന്നാണ് വിളിക്കുന്നത് തന്നെ. അപ്പോൾ പഞ്ചായത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അവിടേക്ക് എത്തുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ നിയമാനുസൃതമായി നിയമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഖദീജ പറയുന്നത്. അത് പഞ്ചായത്ത് ലെവലിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണെന്ന്. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഏത് രീതിയിലാണ് അവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ പഞ്ചായത്തുകളിലേക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലേക്ക് ഇത്തരം പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് അതിന് നമ്മൾ നോർമലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്. ഒരു ലീഗൽ അവയർനെസ്, അതായത് ഇത്തരം ഒരു പ്രശ്നമുണ്ടായി, ഇപ്പം നമ്മൾ ഗുഡ് ടച്ചോ ബാഡ് ടച്ചോ ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെപ്പറ്റി പെൺകുട്ടികൾ അവെയറല്ല, പെൺകുട്ടികൾ എന്നുള്ളതല്ല, യൂത്ത് അവെയറല്ല. ആ അവെയർനെസ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് ലോക്കൽ ബോഡി സംബന്ധമായ ആ ഒരു സജഷനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഖദീജ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് അത് നടപ്പിലാക്കാനുള്ള പരിമിതികളുണ്ടോ, അതിൽ നടപ്പിലാക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് മുന്നോട്ട് വെക്കാം, അങ്ങനത്തെ ഒരു സജഷൻ കൂടി ആയിക്കോട്ടെ. അതായത് അവെയർനെസ് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ള പറയുന്നത് ഏറ്റവും ബേസിക്കായ കാര്യം തന്നെയാണ്. അത് പഞ്ചായത്തുകളിലൂടെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്റെ നടപടികളിലൂടെ നടത്താൻ പറ്റിയാൽ അത് നടത്തണം എന്നുള്ളത് തന്നെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആ പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്ന വെയിറ്റ് അത് ഏത് രാഷ്ട്രീയ കക്ഷിയിലുള്ളവരുമായിക്കോട്ടെ, ഏത് സമുദായത്തിൽപ്പെട്ടവരുമായിക്കോട്ടെ, തങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന്മാർ അവെയർ ആയിരിക്കണം എന്നുള്ളത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം തന്നെയാണ്. ഇത് ഖദീജ പറയുമ്പോൾ, ഖദീജ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം അവിടെ നിന്നുകൊണ്ട് ഖദീജ പറയുമ്പോൾ ഒരു പ്രശ്നം, 10 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തില് കൃത്യസമയത്ത്, അതായത് ഓണപരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ കഴിഞ്ഞ് പുസ്തകങ്ങൾ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്കൂള് തുടങ്ങുന്നതിന് മുൻപ് ഒരു മാസക്കാലം എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ബേസിക് ആയ കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിലേക്ക് കടക്കൂ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടം കൊണ്ട് പഠിച്ച് അതെങ്ങനെ നടപ്പാക്കാമെന്ന് ചിന്തിച്ച് എടുത്ത ഒരു മാറ്റമായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് അവിടെ വന്നിട്ടുള്ള വ്യത്യാസം. പിന്നെ ഇപ്പോൾ ഖദീജ പറഞ്ഞു, നമ്മൾ ഏത് കോഴ്സും പഠിച്ചോട്ടെ, ആ കോഴ്സിനൊപ്പം നമ്മളെ പഠിപ്പിക്കേണ്ട ബേസിക് ആയ കാര്യങ്ങളുണ്ടെന്ന്. FYUGP മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി കേരള സർക്കാർ ഇവിടെ അങ്ങനെയാണ് നടപ്പാക്കിയത്. ഇവിടെ നമ്മളെ ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ വി ഡി സവർക്കറിനെ അല്ല പഠിപ്പിക്കുന്നത്. അതിന് പകരം വാല്യൂ ആഡഡ് കോഴ്സ് എന്നും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ജെൻഡർ തന്നെയാണ്. ആ ജെൻഡറിലൂടെ അത് ഏത് വിധത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ബേസിക് ആയ അവയർനെസ് കുട്ടികൾക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വയം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക്, അതായത് ലോക്കൽ ബോഡിയിൽ നിന്ന് തുടങ്ങേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അതായത് തദ്ദേശമായ വികസനം, അത് കുടിവെള്ള പ്രശ്നമാകട്ടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ പ്രശ്നമാണ്. അപ്പോൾ ഹരിതകർമ്മസേനയെ എങ്ങനെ വിന്യസിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം കായികപരമായിട്ട് യുവജനങ്ങൾക്ക് വേണ്ടുന്ന മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സജഷൻ എന്താണ്? മെയിനായിട്ട് നമ്മൾ കൊച്ചി നഗരത്തിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടാണ്. ഇന്നലെ പോലും മഴ പെയ്തപ്പം ഒരു അരമണിക്കൂർ മഴ കൊച്ചി ഫുള്ള് വെള്ളം നിറഞ്ഞു. അപ്പം കൊച്ചിൻ്റെ പേരിൽ വികസനം നിറങ്ങാണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കണം നിറങ്ങാണ്ടുള്ള പദ്ധതി നടത്തി അതിൽ നിന്ന് പൈസ മുഖ്യതാണ് നടന്നത്. അതേമാതിരി പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മാലിന്യം, അതേമാതിരി കൊതുകിൻ്റെ ശല്യം, കാരണം നമുക്കറിയാം ഈ എറണാകുളം ജില്ലയിൽ ഒരു 5 മണിയായി കഴിഞ്ഞാൽ പിന്നെ കൊതുകിൻ്റെ ശല്യങ്ങളാണ്. അപ്പം അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. ക്യാമ്പസ് ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. കൊതുകുണ്ട്, അതിന് പട്ടി ശല്യമുണ്ട്. ഈ തെരുവ് നായ്ക്കൾ കൂടുതൽ ഇവിടെ ഉള്ളതാണ്. ഈ മാരാസ് കോളേജ് തന്നെ 2-3 വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് പട്ടി കടിച്ചിട്ടുണ്ട്. എന്തിനും കൊച്ചി കോർപ്പറേഷൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പസാണ്. പക്ഷേ അതിൻ്റെ വൃത്തിനെ നോക്കിയാൽ മനസ്സിലാവില്ലേ, ഒരു വൃത്തിയില്ലാത്ത ക്യാമ്പസായിട്ട് മാറുകയാണിത്.
ഫുള്ള് ചപ്പും ചവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണം, വികസനം വരണം, അതായത് വൃത്തി ഉണ്ടാവണം, അത് കൊതുക് ശല്യം ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളെ വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു മാറ്റം വേണം. കാരണം കളിക്കാൻ സ്ഥലങ്ങളില്ല. കൊച്ചി നടുവിലാണെങ്കിലും ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു സ്ഥലത്തും മര്യാദയ്ക്ക് കളിക്കുന്ന സ്ഥലങ്ങളില്ല. അപ്പോൾ കുറേ ഗ്രൗണ്ടുകൾ വേണം. വലിയ വലിയ സ്റ്റേഡിയങ്ങളല്ല, ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാണ്. വലിയ വലിയ സ്റ്റേഡിയം വരുമ്പോൾ വലിയ പ്ലേയേഴ്സ് വരും എന്ന് പറയാം, അങ്ങനെ അതിൽ. പക്ഷേ ചെറിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടുത്തെ നാട്ടിൽ കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകണമെന്നാണ് പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇനി മുന്നോട്ട്, അതായത് ഇതുവരെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന 10 ഇയർ ഒരു ഭരണ തുടർച്ചയുടെ ഇതിൽ ഇനി മുന്നോട്ട് തദ്ദേശീയമായി നമുക്ക് നടപ്പിലാക്കേണ്ടുന്ന, അടിയന്തരമായി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഈ ഭരണ മാതൃക എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ ഇലക്ഷൻ പത്രികയുമായിട്ട് വീടുകളിലേക്ക് കയറുന്നത് 72 സിഗ്നേച്ചർ പദ്ധതികളുടെ പതിപ്പുമായിട്ടാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള വികസനങ്ങൾ നമുക്ക് ഗ്രാമീണ മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഷീ ലോഡ്ജ്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണ് ഈ പാട്രിയാർക്കിയുടെ അനന്തരഫലമായിട്ട് സ്ത്രീകൾ ഡൊമസ്റ്റിക് വയലൻസും ഇമോഷണൽ അബ്യൂസൊക്കെ നേരിടുന്നതെന്ന്. അപ്പം അവർക്ക് രാത്രിയാണെങ്കിൽ രാത്രി അവർക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഷെൽട്ടർ വേണമെന്ന് തോന്നുന്ന നിലയിലേക്കാണ് അവരെത്തുകയാണെങ്കിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓരോ 5 കിലോമീറ്ററിലും ഇത്തരം ഷെൽട്ടറുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാതൃകയിലേക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഈ 72 സിഗ്നേച്ചർ പദ്ധതികളിൽ ഒന്നാണ് ഈ ഷീ ലോഡ്ജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദ്ധതിയായിട്ട് വരുന്നത് സമൃദ്ധിയാണ്. അപ്പം സമൃദ്ധിയുടെ പുതിയ ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഗ്രാമീണ മേഖലകളിൽ ഇത്തരം വികസനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ നഗരവൽക്കരണത്തിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടാകുന്ന വികസന നേട്ടങ്ങൾ ഗ്രാമീണ മേഖലയിലേക്കും കൂടി എത്തിക്കാൻ പറ്റും. പ്രധാനമായിട്ടും കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള സമൃദ്ധി, ഷീ ലോഡ്ജ്, ഈ പദ്ധതികളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട്, അതായത് ഈ വികസന പദ്ധതികൾ, വികസന മാതൃകകൾ ഇത് ഗ്രാമ അന്തരീക്ഷത്തിൽ കൂടി നടപ്പിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ് അവർ വെച്ചിരിക്കുന്ന ഒരു സജഷൻ. എങ്ങനെയാണ് അതിന് രാജീവിന് അതിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? കാരണം സമൃദ്ധി പദ്ധതി ഇപ്പം എല്ലാവരും വിശക്കാതിരിക്കുന്ന കൊച്ചി എന്നുള്ളൊരു ടാഗ്ലൈനാണ്. അങ്ങനത്തെ ഒരു അങ്ങനെ സ്വപ്ന പദ്ധതിയാണ്. ഷീ ലോഡ്ജ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഏൽക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അന്തി ഉറങ്ങാനൊരു സ്പേസ്, അല്ലെങ്കിൽ രാത്രിയിൽ കൊച്ചിയിൽ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് വലിയ ചിലവില്ലാതെ സുരക്ഷിതമായി കഴിയാനുള്ള ഒരു ഇടം എന്നുള്ളതിൽ. അപ്പോൾ എന്താണ് അതിനോടുള്ള ഒരു വിയോജിപ്പ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? നിലവിൽ സമൃദ്ധി പോലുള്ള കാര്യങ്ങൾ നല്ല പദ്ധതികളാണ്, വരേണ്ട പദ്ധതികൾ തന്നെയാണ്. അതിലും നമുക്ക് യാതൊരുവിധ തെറ്റുവരാനില്ല. കാരണം അങ്ങനെയുള്ള പദ്ധതികൾ നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, ഇപ്പോൾ നാശല്യമാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് കൊതുക് ശല്യമാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ വെള്ളക്കെട്ടിനുണ്ട്. പക്ഷേ ഇന്നലെയും കൂടി വൈകിട്ട് പോലും വെള്ളക്കെട്ട്, മനുഷ്യന് നടന്ന് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. അത് തന്നെ ഭരണപരാജയമാണ്. ഈ കൊച്ചി കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടുന്നവർ വലിയ പദ്ധതികളായിട്ട് അല്ലെങ്കിൽ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനാവുന്നില്ല? അത് തന്നെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് നമുക്ക് കാണാറുണ്ട്. മറ്റു നല്ല പദ്ധതികളെ നമ്മൾ അംഗീകരിക്കുകയും എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം. അടിസ്ഥാനപരമായിട്ട് കൊച്ചി നേരിടുന്ന പ്രശ്നം നമുക്കറിയാം. നമ്മൾ ഫിലിം ഡയലോഗ്സ് കേൾക്കാറുണ്ട്, കൊച്ചി എത്തി എന്ന് പറയുന്ന ഡയലോഗുകൾ കേൾക്കാറുണ്ട്. അപ്പം നമുക്കറിയാം പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. അത് എന്താ പറയണേ, ഒരു വ്യക്തമായ തരത്തിലേക്ക്, ഒരു ക്ലിയറായ തരത്തിലേക്ക് അത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഒന്ന് വെള്ളക്കെട്ടുമാണ്. ഓരോ മഴക്കാലപൂർവ്വ ശുചീകരണം വരുമ്പോഴും പലപ്പോഴും അതിൽ പാളിപ്പോകുന്ന സാഹചര്യവും പലയിടത്തും ഓടകളിലൊക്കെ മാലിന്യം കയറി ഇരുന്നിട്ട് വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഈ അടുത്ത കാലത്തും സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സജഷൻസ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മുന്നോട്ട് സജസ്റ്റ് ചെയ്യേണ്ട അവസാനം? അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, ഒരു ഹരിതകർമ്മസേനയെ കുറച്ചുകൂടി ഒരു വികസനം കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അതിന് കൂടുതൽ ആളുകളെ കൂട്ടുക, അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ട്? ഇപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, മുൻപ് കാലങ്ങളിൽ കൊച്ചി കോർപ്പറേഷനിൽ നിലനിന്നിരുന്ന എന്താ പറയുക, ഇപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞു വെള്ളക്കെട്ട് അതുപോലെ ഉള്ള കാര്യങ്ങൾ,
അതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നതിൽ ഇല്ലാതാക്കുന്നതിൽ ഈ ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷൻ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബ്രഹ്മപുരം, ഇപ്പോൾ ഇന്ന് എന്താണ് ബ്രഹ്മപുരത്തിൻ്റെ അവസ്ഥ, അത് എങ്ങനെയാണ് ഈ കോർപ്പറേഷനും ഇടതുപക്ഷ ഗവൺമെൻറ്റും കൈകാര്യം ചെയ്തത്. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു മാറ്റം നമ്മുടെ നാടിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വികസനപരമായ നേട്ടങ്ങളിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് പാലങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള പാലങ്ങൾ. ആ പാലങ്ങളുടെ എല്ലാം കീഴിലേക്ക് അതിനെല്ലാം ഒരു ഇരിപ്പിടങ്ങളാക്കുന്ന രീതിയിലേക്ക്, പണ്ട് ചവർ കൊണ്ടിടുന്ന ഒരു കേന്ദ്രങ്ങളായി മാറിയിരുന്ന സ്ഥലങ്ങളെ ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ടർഫ് കോർട്ടുകൾ, അതുപോലെയുള്ള ഈ യുവാക്കളെ, ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ യുവാക്കളെ ഇതിൽ നിന്ന് മാറ്റി വേറൊരു ഇതിലേക്ക് എൻഗേജഡ് ആക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിലേക്കുള്ള പ്രവർത്തനം, മനോഹരമായ ഇരിപ്പിടങ്ങൾ, പാർക്കുകൾ, അതുപോലെ തന്നെ ചെറിയ ടർഫുകൾ, ബാസ്കറ്റ് ബോൾ കോർട്ടുകൾ, അതുപോലെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് രാജീവ് എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്നത്? കാരണം 3.0 സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും ക്ഷേമ പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക്